ഇവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഏത്? ഇന്ത്യൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ലിഖിത ഭരണഘടന എന്ന് പറയാൻ എഴുതപ്പെട്ട ഭരണഘടന. ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്. ആൻസർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വേൾഡ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കറിനെയാണ്. ഡോക്ടർ BR അംബേദ്കർ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നോ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കറിനെയാണ്. അതുപോലെ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻസർ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻസർ ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കർ ആണ് ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു കേട്ടോ. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ കോൾഡ് ആർട്ടിക്കിൾ 32 ആസ് ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. ഫാദർ ഓഫ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻസർ ജവഹർലാൽ നെഹ്റു. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ കേട്ടോ. പെർമനന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി. ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വാസ് ദ പെർമനന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടന കുറച്ച് ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? USA നിന്നുമാണ് കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് വാസ് ടേക്കൺ ഫ്രം USA. അതായത് മൗലികാവകാശങ്ങൾ USA നിന്നും കടമെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഏകപൗരത്വം എവിടെ കടമെടുത്തിരിക്കുന്നു? ഏകപൗരത്വം ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. സിംഗിൾ സിറ്റിസൺഷിപ്പ് വാസ് ടേക്കൺ ഫ്രം ബ്രിട്ടൻ. അതുപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു? USSR അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വാസ് ടേക്കൺ ഫ്രം USSR. അതുപോലെ തന്നെ ആമുഖം എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു? ആമുഖം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? USA. പ്രിയാമ്പിൾ വാസ് ടേക്കൺ ഫ്രം USA. അതുപോലെ തന്നെ നിർദ്ദേശകത്വങ്ങൾ അയർലൻഡിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വാസ് ടേക്കൺ ഫ്രം അയർലൻഡിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. അതുപോലെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് വാസ് ടേക്കൺ ഫ്രം കാനഡ. അതുപോലെ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. കൺകറന്റ് ലിസ്റ്റ് വാസ് ടേക്കൺ ഫ്രം ഓസ്ട്രേലിയ. കേട്ടോ. അതുപോലെ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് വാസ് ടേക്കൺ ഫ്രം സൗത്ത് ആഫ്രിക്കയിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. അതുപോലെ റിപ്പബ്ലിക് എന്ന ആശയം എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നു? ഫ്രാൻസിൽ നിന്നും കടമെടുത്തിരിക്കുന്നു. റിപ്പബ്ലിക് വാസ് ടേക്കൺ ഫ്രം ഫ്രാൻസ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. വീഡിയോ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, കാണുക.